സുജേഷ് സാർ, നമ്മുടെ LDC പരീക്ഷയൊക്കെ ഇങ്ങനെ എത്താറായി. അപ്പം ഇതിനെ പറ്റിയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് സാറിനോട് ചോദിക്കാനുണ്ട്. ഓക്കെ. സോ ഫസ്റ്റത്തത്, സാർ, ഈ അടുത്ത് ഇപ്പോൾ PSC വാല്യുവേഷനായിട്ട് ബന്ധപ്പെട്ട ചില വിവാദങ്ങളൊക്കെ വന്നിരുന്നല്ലോ. ശരിക്കും എന്താണ് സംഭവിച്ചത്? അപ്പൊ ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് ആത്മാർത്ഥമായിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് സ്വാഭാവികമായിട്ട് ഒരു ടെൻഷൻ കാണില്ലേ? അതെ, കുട്ടികൾക്ക് ടെൻഷൻ ഉണ്ട്. അത് സംഭവിച്ചതൊരു ഡിസ്ക്രിപ്റ്റീവ് എക്സാമിലാണെങ്കിൽ പോലും OMR എക്സാമിനെ കുറിച്ചും കുട്ടികൾക്ക് ടെൻഷൻ ഉണ്ട്. OMR എക്സാമിൽ സാധാരണഗതിയിൽ ഡിസ്ക്രിപ്റ്റീവ് പോലെ ഇത്തരം പിഴവുകൾ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ ഈ ഒരു വാർത്ത കേട്ടത് മുതൽ ഉദ്യോഗാർത്ഥികളിൽ ആ ഒരു ചിന്തയുണ്ട്. അപ്പോൾ അത് പരിഹരിക്കപ്പെടേണ്ടതാണ്. അതിനു വേണ്ടിയിട്ട് PSCക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് എല്ലാ പരീക്ഷകളുടെയും റാങ്ക് ലിസ്റ്റിന്റെ കൂടെ മാർക്കും കൂടെ പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ്. അങ്ങനെയാവുമ്പോൾ ഒന്നുകൂടെ സുതാര്യമായി തീരും. ഓക്കെ സാർ, അടുത്ത ക്വസ്റ്റ്യൻ പലരുടെയും സ്ഥിരം ഡയലോഗാണ് നോട്ടിഫിക്കേഷൻ വരട്ടെ എന്നിട്ട് പഠിച്ചു തുടങ്ങാം എന്നുള്ളത്. സത്യത്തിൽ അടുത്ത LDC നോട്ടിഫിക്കേഷൻ എപ്പോഴാണ് പ്രതീക്ഷിക്കുന്നത്? ഈ നോട്ടിഫിക്കേഷൻ വരാൻ കാത്തിരിക്കുന്ന ശരിക്കും ഒരു അബദ്ധമാണോ? അതെ, തീർച്ചയായിട്ടും. ഞാൻ എപ്പോഴും പറയുന്നതാണ് വീഡിയോകളിൽ, നമ്മൾ നോട്ടിഫിക്കേഷൻ വരട്ടെ, സിലബസ് വരട്ടെ, ഹോൾ ടിക്കറ്റ് വരട്ടെ, ഇങ്ങനെ കാത്തിരിക്കുന്നവരൊന്നും അല്ല ജോലി നേടുന്നത്. എപ്പോഴും നമ്മൾ മുൻകൂട്ടി കണ്ട് ഇതിനിറങ്ങിത്തിരിക്കുന്നവരാണ് എപ്പോഴും ഏത് കാലഘട്ടത്തിലായാലും PSC പരീക്ഷയിൽ വിജയിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നോട്ടിഫിക്കേഷൻ കാത്തു നിൽക്കാതെ, നോട്ടിഫിക്കേഷൻ എന്തായാലും നവംബറിലോ ഡിസംബറിലോ വന്നിരിക്കും. അപ്പോൾ അതറിയാം. അപ്പോൾ അതിനു മുമ്പ് ഇനിയുള്ള സമയം കൃത്യമായിട്ട് വിനിയോഗിച്ച് പഠിക്കുക എന്നുള്ളതാണ് ഏതൊരു PSC ഉദ്യോഗാർത്ഥിയും ചെയ്യേണ്ടത്. ഓക്കെ. എത്രയൊക്കെ പ്രൈവറ്റ് ജോലികൾ വന്നാലും മലയാളിയൊക്കെ LDCനോടുള്ള ആ ഒരു ഇഷ്ടം ഉണ്ടല്ലോ, അത് കുറയുന്നില്ല. എന്താണ് ശരിക്കും ഈ ഒരു പോസ്റ്റിന്റെ ഒരു യഥാർത്ഥ പവർ എന്ന് പറയുന്നത്? ഇതിന്റെ ഇപ്പൊ എലിജിബിലിറ്റി, തുടക്കത്തിൽ കിട്ടുന്ന ശമ്പളം, മറ്റ് ബെനിഫിറ്റ്സ്, ഇതൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാമോ? സർക്കാർ ജോലിയിൽ പ്രത്യേകിച്ചും LD ക്ലർക്കിനോട് എല്ലാവർക്കും ഒരു ഇഷ്ടമുണ്ട്. പൊതുവെ ഏറ്റവും കൂടുതൽ ആളുകൾ ചെയ്യുന്നൊരു മത്സര പരീക്ഷയാണ് PSCയിൽ. അതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതൊരു താല്പര്യം വരാനുള്ള കാര്യം എന്ന് പറയുന്നത്, ഒരു ക്ലറിക്കൽ ജോലിയാണല്ലോ. അപ്പോൾ ഓഫീസിലിരുന്ന് ഒരു 10 to 5 ജോലി ചെയ്യുന്നു, സ്വാഭാവികമായിട്ട് വീട്ടിലേക്ക് പോകുന്നു. ഒരു വർക്ക് ലൈഫ് ബാലൻസ് നമുക്ക് നന്നായിട്ട് കീപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കൂടുതൽ ആളുകൾക്ക് അതൊരു അട്രാക്റ്റീവ് ആവാനുള്ള കാരണം. പിന്നെ ശമ്പളം നോക്കുകയാണെങ്കിൽ 26,500 ബേസിക് പേ, 35% ഇപ്പോഴത്തെ DA. ഇനി HRA 4, 6, 8, 10 അങ്ങനെ ക്രമത്തിലാണ്. അത് മാക്സിമം HRA എല്ലാം കൂടി കൂട്ടുകയാണെങ്കിൽ നമുക്കൊരു ഗ്രോസ് സാലറി ഒരു 38 വരും. അപ്പോൾ അത് കയ്യിൽ വാങ്ങാൻ പറ്റുന്ന സാലറി എന്ന് പറയുന്നത് നമ്മുടെ പെൻഷൻ വിഹിതവും GPF ഒക്കെ കഴിച്ചിട്ട് കുറച്ചതിന് ശേഷം നമുക്ക് കയ്യിൽ വാങ്ങാവുന്നത് ഒരു 33, 34 കയ്യിൽ കിട്ടുന്ന പൈസ, നെറ്റ് പേ എന്ന് പറയുന്നത്. അപ്പോൾ സാലറിയിലല്ല യഥാർത്ഥത്തിൽ ഒരു സർക്കാർ ജോലിയുടെ പ്രാധാന്യം എന്ന് പറയുന്നത്. ഇഷ്ടംപോലെ മറ്റ് ബെനിഫിറ്റുകൾ കിടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ലീവ്. ഇപ്പം തന്നെ ഒരാളുടെ അക്കൗണ്ടിലുള്ള എല്ലാ ലീവുകളും കൃത്യമായിട്ട് എടുക്കുകയാണെങ്കിൽ ഒരു സർക്കാർ ജോലിക്കാരൻ ഒരു 15 ദിവസമേ വർക്ക് ചെയ്യേണ്ടതുള്ളൂ. 15 ദിവസം വർക്ക് ചെയ്യുമ്പോൾ ഒരു LDCക്ക് 38 സാലറി എന്ന് പറയുമ്പോൾ വലിയൊരു പ്രശ്നമായിട്ട് നമുക്ക് തോന്നുന്നില്ല. എന്ത് തന്നെ ആയാലും സാലറിയിലല്ല യഥാർത്ഥത്തിൽ ഒരു സർക്കാർ ജോലിയുടെ പ്രാധാന്യം എന്ന് പറയുന്നത്. ഇഷ്ടംപോലെ മറ്റ് ബെനിഫിറ്റുകൾ, ആകർഷകമായിട്ടുള്ള കാര്യങ്ങൾ, സേഫ്റ്റി, പ്രധാനമായിട്ടും കാര്യം അതാണ്, സെക്യൂരിറ്റിയാണ്. ലൈഫ് സെക്യൂർഡ് ആകുക എന്നുള്ളതാണ് ഒരു സർക്കാർ ജോലിയുടെ ഏറ്റവും പ്രധാന ഘടകം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഈ AI ഓട്ടോമേഷൻ ഒക്കെ പോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ പ്രൈവറ്റ് സെക്ടറിൽ പലരുടെയും ജോലി പോകുന്നുണ്ട്. ഇപ്പൊ ഗവൺമെന്റ് സെക്ടറിലോട്ട് വന്നാൽ LDC പോലുള്ള ജോലികളെ AI ബാധിക്കുമോ? ബാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ബാധിക്കും. പക്ഷെ അത് ഏത് കാലഘട്ടത്തിൽ എപ്പോൾ എന്നുള്ളതിലാണ് വസ്തുത. ഒരു സമീപ ഭാവിയിലൊന്നും അത് LD ക്ലർക്ക് പോലെയുള്ള തസ്തികളെ ബാധിക്കാൻ സാധ്യതയില്ല. കാരണം സ്വാഭാവികമായിട്ടും സർക്കാർ ഫയലുകളിൽ തീരുമാനമെടുക്കേണ്ടത് ഉദ്യോഗസ്ഥരാണ്, മനുഷ്യരാണ്. ആ ഉദ്യോഗസ്ഥ തലത്തിൽ ആ ഒരു ഹൈറാർക്കി സിസ്റ്റം നോക്കുകയാണെങ്കിൽ മുകളിലുള്ള ആൾക്ക് അതിൽ തീരുമാനം എടുക്കണമെങ്കിൽ താഴെയുള്ള ആൾ ഫയൽ എഴുതി ഒപ്പിട്ട് കൊടുക്കണം. സ്വാഭാവികമായിട്ടും അതിന് ചെയ്യേണ്ട വർക്കുകളിൽ വലിയൊരു സഹായം AIക്ക് ചെയ്യാൻ പറ്റും. ആ സഹായം ഓഫീസുകളിൽ സ്വീകരിക്കുന്നതിനനുസരിച്ച് പോസ്റ്റുകളുടെ എണ്ണം ഭാവിയിൽ കുറയാൻ സാധ്യതയുണ്ട്. അതല്ലാതെ LDC പോലെയുള്ള ഒരു തസ്തിക ഇല്ലാതാക്കാനൊന്നും പെട്ടെന്നൊന്നും AI കൊണ്ട് സാധിക്കുന്ന ഒരവസ്ഥയിലല്ല കേരളത്തിലെ സ്ഥിതി. പിന്നെ കാലങ്ങൾ കഴിയും തോറും, അതായത് ഇപ്പോൾ ഒരു 10 വർഷങ്ങൾക്ക് ശേഷം ഇവിടെയുള്ള സ്ഥിതി എന്താണെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പം സർക്കാർ ഉദ്യോഗസ്ഥർ മാത്രമല്ല, ഭരിക്കുന്ന മന്ത്രിമാർ വരെ AI ആയിക്കൂടാന്നില്ലല്ലോ. അപ്പം അതിനെക്കുറിച്ച് നമുക്കിപ്പം പ്രവചിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിലവിൽ LDCയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ സർക്കാർ ജോലിയിൽ ഒട്ടുമിക്ക പോസ്റ്റുകളെ സംബന്ധിച്ചോ AI വന്നതുകൊണ്ട് അത് ഒഴിവായി പോകുന്ന ഒരു ഘട്ടമില്ല. പിന്നെ മിക്കവാറും ഈ പറഞ്ഞ പോലെ ചില ഒഴിവുകളുടെ എണ്ണത്തിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ. അപ്പൊ ഇനി പ്രിപ്പറേഷൻസിന്റെ കാര്യങ്ങളിലോട്ട് വരാം. LDC സിലബസ് കാണുമ്പോൾ പലർക്കും എവിടെ ഒന്ന് തുടങ്ങണം എന്ന കൺഫ്യൂഷൻ ആകാറുണ്ട്. LDC സിലബസ് എങ്ങനെയാണ് ഒരു ബിഗിനർ നോക്കി കാണേണ്ടത്? ഇത് നമ്മൾ വിശദമായിട്ടുള്ള വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. ഒരു സ്റ്റഡി പ്ലാൻ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, LDC എങ്ങനെ പഠിക്കണം എന്നുള്ളത്. ഒരു യൂട്യൂബിൽ നോക്കിയാൽ അവർക്ക് കാണാവുന്നതാണ്. ഇപ്പോൾ ചുരുക്കത്തിൽ പെട്ടെന്ന് പറയുകയാണെങ്കിൽ, തുടക്കത്തിൽ നമ്മൾ സിലബസിൻ്റെ ആദ്യ ടോപ്പിക്ക് മുതൽ പഠിക്കാൻ ഇറങ്ങുന്നതാണ് പൊതുവെ ആളുകൾക്ക് ഇതിനോടൊരു മടി വരാൻ കാരണം. ആ ടോപ്പിക് ഒന്നും ഇവർ പഠിച്ചു കഴിഞ്ഞാലും ഒരു PYQ എടുത്ത് നോക്കുകയാണെങ്കിൽ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ കാണുന്നില്ല.
അപ്പം ഞാൻ പഠിച്ചൊന്നും എവിടെ ഇല്ലല്ലോ, എന്നെ കൊണ്ട് നടക്കില്ല എന്നുള്ള ചിന്തയാണ് ഉദ്യോഗാർത്ഥികളിൽ തുടക്കം മുതൽ കുത്തിവെക്കപ്പെടുക. അതുകൊണ്ട് തന്നെ ഒരിക്കലും നമ്മൾ സിലബസിൻ്റെ ആദ്യ ടോപ്പിക്ക് മുതൽ എടുത്തല്ല പഠിക്കേണ്ടത്. ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്ന ചില ടോപ്പിക്കുകൾ മനസ്സിലാക്കിയിട്ട് അത് ആദ്യം പഠിച്ചു തീർക്കുക. അങ്ങനെ ഒരു 10 ടോപ്പിക്ക്, ഞാനത് ഹോട്ട് ടോപ്പിക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അത്ര ഹോട്ട് ടോപ്പിക്സ് ഒരു 5 10 പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒരു PYQ, മുൻപ് കഴിഞ്ഞ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്ന ഒരു പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുകയാണെങ്കിൽ, ആ ഒരു ഉദ്യോഗാർത്ഥിക്ക് ഒരാഴ്ച കൊണ്ടോ അല്ലെങ്കിൽ ഒരു 10 ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു 15 ദിവസം എടുത്തോട്ടെ 10 ടോപ്പിക്ക് പഠിക്കാൻ തുടക്കമല്ലേ, ആ 10 ദിവസം കൊണ്ട് പഠിച്ച് തീർത്തിട്ട് അതിനുശേഷം നടക്കുന്ന ഒരു PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഈ ഒരു ഉദ്യോഗാർത്ഥി നോക്കിയാൽ അയാൾക്ക് അതിൽ നിന്ന് 10 15 ക്വസ്റ്റ്യൻസ് കിട്ടും. 10 ടോപ്പിക് ആണെങ്കിൽ മിനിമം 8 10 ക്വസ്റ്റ്യൻസ് എങ്കിലും കിട്ടും. അപ്പോൾ അവൻ്റെ കോൺഫിഡൻസ് വരും. അതുകൊണ്ടാണ് എപ്പോഴും ഞാൻ കുറച്ച് ഹോട്ട് ടോപ്പിക്സ്, അതായത് 2021 PSCയുടെ രീതികൾ മാറിയതിന് ശേഷം ഫസ്റ്റ് സ്റ്റേജ് എന്നുള്ള രീതിയിൽ ഹോട്ട് ടോപ്പിക്സ് പഠിക്കാൻ പറയുന്നത്. അതിന് മുമ്പ് വരെ ഞാനും നിർദ്ദേശിച്ചിരുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കാനാണ്. കാരണം അന്നത്തെ കാലഘട്ടത്തിൽ ഓരോ പരീക്ഷകളിലും 70 80 90 100% പോലും ചോദ്യങ്ങൾ പഴയത് തന്നെ ആവർത്തിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നല്ല പ്രാധാന്യം ഉണ്ടായിരുന്നു. അത് പഠിച്ചാൽ തന്നെയും ഇഷ്ടംപോലെ ചോദ്യങ്ങൾ കിട്ടുമായിരുന്നു. ഇപ്പോൾ സ്ഥിതി അതല്ല. PSC പാറ്റേണുകൾ മാറി, ചോദ്യ രീതികൾ മാറി, ആവർത്തന ചോദ്യങ്ങളുടെ അളവ് വളരെ വളരെ കുറവാണ്. അപ്പോൾ അത് LGS പരീക്ഷയിലാണെങ്കിൽ പോലും ആവർത്തന ചോദ്യങ്ങളുടെ പെർസെൻറ്റേജ് വളരെ കുറവാണ്. ഡിഗ്രി ലെവൽ പരീക്ഷകളിലൊക്കെ ആണെങ്കിൽ ആവർത്തന ചോദ്യങ്ങൾ വളരെ കുറവാണ്. അതിനിടയിൽ കിടക്കും LDCയുടെ കാര്യം. ഒരു LDC പരീക്ഷ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഏതൊരു സ്വാഭാവികമായിട്ട് ഒരു ആവറേജ് ഒരു 10 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു 5 10% മാത്രമാണ് ആവർത്തന ചോദ്യങ്ങൾ. അപ്പോൾ അതിനുവേണ്ടി തുടക്കത്തിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് അല്ല പോകേണ്ടത്. നമ്മൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക്കുകൾ ആദ്യം പഠിച്ചു തീർക്കുക, അങ്ങനെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. സാർ, അപ്പൊ ഇതിലെ ഏത് വിഷയങ്ങൾക്കാണ് മാക്സിമം വെയിറ്റേജസ് കൊടുക്കേണ്ടത്? അത് സിലബസ് പ്രകാരം ഒരു കൃത്യമായ വെയിറ്റേജ് ഉണ്ട്. ഓരോ വിഷയങ്ങൾക്കും മാർക്ക് വെയിറ്റേജ് ഇത്ര എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ വെയിറ്റേജ് നോക്കിയിട്ടല്ല നമ്മൾ ഇറങ്ങിത്തിരിക്കേണ്ടത്. ഇപ്പം ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ് ഒക്കെ 5 മാർക്ക് വീതമാണ്. സുപ്രധാന നിയമങ്ങൾ, അതേപോലെ കമ്പ്യൂട്ടർ 3 മാർക്ക്, ഇംഗ്ലീഷ്, മാത്സ്, മലയാളം 10 മാർക്ക് വീതം. ഇങ്ങനെ ഓരോ മാർക്ക് വെയിറ്റേജ് ഓരോ വിഷയത്തിനും ഉണ്ട്. പക്ഷെ അതല്ല, നമ്മളിവിടെ LDC പോലുള്ള ഒരു പരീക്ഷയിൽ എല്ലാ വിഷയങ്ങളും പ്രാധാന്യം കൊടുത്ത് പഠിച്ചേ പറ്റുള്ളൂ. അവിടുത്തെ മാർക്ക് വെയിറ്റേജ് നോക്കിയിട്ടല്ല നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. നമുക്ക് ബുദ്ധിമുട്ടുള്ള വിഷയങ്ങളാണെങ്കിൽ അതിന് കൂടുതൽ ടൈം നീക്കി വെക്കുക, അതിന് കൂടുതൽ എഫേർട്ട് എടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ ആ ഒരു സബ്ജക്റ്റും സ്ട്രോങ് ആക്കി മാറ്റുക. അല്ലാതെ ഈ ഏരിയ എനിക്ക് വീക്കാണ്, ഈ ഏരിയ ഞാൻ സ്ട്രോങ് ആണ്, അപ്പോൾ അവിടെ തന്നെ ഞാൻ കളിക്കട്ടെ, ആ സ്ട്രോങ് ആയിട്ടുള്ള ഏരിയ തന്നെ കളിക്കട്ടെ, അവിടെ നിന്ന് മാക്സിമം കൊണ്ടുവരാമെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. അവിടെ ആകെ 5 മാർക്കേ ഉണ്ടാവുള്ളൂ. ആ 5 കിട്ടിയോണ്ട് മാത്രം നമുക്ക് കാര്യമുണ്ടോ? അതുകൊണ്ട് മിക്ക ഉദ്യോഗാർത്ഥികൾ അങ്ങനെയാണ് തുടക്കത്തിൽ ചെയ്യുക. എനിക്ക് അറിയുന്ന ഏരിയ ഉണ്ടല്ലോ, ആ ഏരിയ എടുത്ത് പഠിക്കട്ടെ എന്ന് വിചാരിക്കും. അതല്ല വേണ്ടത്. നിങ്ങൾക്ക് വീക്ക് ആയിട്ടുള്ള ഏരിയകൾ ഉണ്ടാവും, അവിടെ സ്ട്രോങ് ആക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. എല്ലാം കൂടി കുത്തിയിരുന്ന് കാണാപ്പാടം പഠിക്കാതെ സ്മാർട്ടായിട്ട് പഠിക്കാൻ എത്ര മാസം മതിയാവും? മാസത്തിന്റെ കണക്ക് എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. കൃത്യമായിട്ട് ഫുൾ ടൈം പഠനത്തിലേക്ക് ഇറങ്ങുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് ഒരു 6 മാസം കൊണ്ട് നേടാൻ പറ്റും. പക്ഷേ ഈ ഒരു വിശാലമായ സിലബസ് ദിവസം ഒരു 2-3 മണിക്കൂർ മാത്രം പഠിക്കുന്ന, അല്ലെങ്കിൽ 1-2 മണിക്കൂർ മാത്രം പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് 6 മാസം കൊണ്ട് ഈ സിലബസ് തീർക്കാൻ പോലും പറ്റത്തില്ല. അപ്പോൾ ഇപ്പോൾ ഇറങ്ങിത്തിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതിപ്പം ജൂലൈ മാസമാണ്. ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ 5 മാസമുണ്ട്. ഇനി അടുത്ത 2027 ഒരു 6-ാം മാസമോ അല്ലെങ്കിൽ 7-ാം മാസമോ ആയിരിക്കും ഇതിൻ്റെ ഒരു പരീക്ഷ ഉണ്ടാവുക. അപ്പോൾ ഏകദേശം ഒരു വർഷത്തോളം, ഒരു 10 11 12 മാസത്തോളം തന്നെ മാക്സിമം കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ സുന്ദരമായിട്ട് സിലബസ് തീർക്കാൻ പറ്റും, നന്നായിട്ട് റിവിഷൻ ചെയ്യാൻ പറ്റും, മാക്സിമം മോഡൽ എക്സാം എഴുതാൻ പറ്റും, പരീക്ഷ ക്രാക്ക് ചെയ്യാൻ പറ്റും. ഒരുപാട് റാങ്ക് ഹോൾഡേഴ്സിനെ നേരിട്ട് കണ്ടിട്ടുള്ള, അവരെ മെന്റർ ചെയ്ത ആളാണല്ലോ സാറ്. ഈ ജയിക്കുന്നവരിൽ മാത്രം സാറ് കണ്ടിട്ടുള്ള ഒരു കോമൺ ക്വാളിറ്റി എന്താണ്? ജയിക്കുന്നവർ എല്ലാവരും സിലബസ് തീർത്തവരായിരിക്കും, അത് ഷുവറാണല്ലോ. റിവിഷൻ ചെയ്തവരായിരിക്കും, ഷുവറാണ്. അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. മൂന്നാമത്തതും വലിയൊരു ശതമാനം ആളുകൾക്ക് അറിയുന്നതാണ്, മാക്സിമം എക്സാമുകൾ എഴുതിയിട്ടുണ്ടാവും. നിങ്ങൾ ഏത് ആദ്യ റാങ്കുകാരനെ നോക്കിയാലും അദ്ദേഹം മാക്സിമം എക്സാമുകൾ, ഓരോ ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ട എക്സാമുകളായാലും മൊത്തത്തിലുള്ള റിവിഷൻ എക്സാമുകളായാലും PYQ ആയാലും അത്രയും ചെയ്തിട്ടുണ്ടാവും. ഇത് മൂന്നും എല്ലാ റാങ്ക് ജേതാക്കളും ഉറപ്പായിട്ടും ചെയ്താൽ മാത്രമേ അവർ റാങ്ക് ജേതാക്കളാവൂ. പിന്നെ അവരിലുണ്ടാവുന്ന ഏറ്റവും പ്രധാന കാര്യം എന്ന് പറയുന്നത് അവർ മൈക്രോ ലെവലിലുള്ള കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പലരും അവഗണിക്കുന്ന കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കാരണം എപ്പോഴും റാങ്ക് ജേതാക്കളായി മാറുന്നത്, അല്ലെങ്കിൽ കുറേ തുല്യരായിട്ടുള്ള ആളുകളിൽ നിന്നാണ് ചില ആളുകൾ ആദ്യ റാങ്കുകളിലേക്ക് പോകുന്നത്. അപ്പോൾ ഇവർ മറ്റുള്ളവരുമായിട്ട് അവരുടെ പഠിച്ച കാര്യങ്ങളിലോ അല്ലെങ്കിൽ അവരുടെ വ്യക്തിപരമായിട്ടുള്ള കഴിവുകൾ, ബുദ്ധിയായാലും ഓർമ്മശക്തിയായാലും ഇതിലൊന്നും വലിയ വ്യത്യാസം ഉണ്ടാവില്ല. ഉണ്ടാവുന്ന വ്യത്യാസം എന്ന് പറയുന്നത് അവർ നടപ്പിലാക്കിയ ചെറിയ ചില കാര്യങ്ങളിലാണ്, ചെറിയ വലിയ കാര്യങ്ങളാണ്. അത് പഠനകാലം മുതൽ
പരീക്ഷാ ഹാളിൽ വരെ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അത്തരം കാര്യങ്ങളിലൂടെയാണ് ചിലർ വ്യത്യസ്തരായിട്ട് മാറുന്നത്. നമ്മൾ കണ്ടിട്ടുണ്ടാവല്ലോ, ഇവിടെ ഇപ്പം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് തന്നെ മനസ്സിലാവും, അവർക്ക് അനുഭവം ഉണ്ടാവും. അവരുടെ കൂടെ തന്നെ ഇരുന്ന് പണ്ട് പഠിച്ചവരിൽ പലരും ഇപ്പം കയറി പോയിട്ടുണ്ടാവും. അവർ ചിലപ്പോൾ ഒരുമിച്ചിരുന്ന് ആ ഒരു സ്ഥാപനത്തിൽ പഠിച്ചവരാണെങ്കിൽ, അല്ലെങ്കിൽ ഒരുമിച്ച് കമ്പൈൻ സ്റ്റഡി നടത്തിയവരാണെങ്കിൽ, അവർ ഒരുമിച്ചിരുന്ന് നടത്തിയ ആ പരീക്ഷയിൽ ചിലപ്പോൾ ഇവരായിരിക്കും, ഈ കയറി പോവാത്ത ആളായിരിക്കും ചിലപ്പോൾ ടോപ്പ് മാർക്ക് നേടിയിട്ടുണ്ടാവുക. പക്ഷെ യഥാർത്ഥ പരീക്ഷയിൽ വിജയിച്ചത് ആ പരീക്ഷകളിലൊക്കെ ഇവന്റെ പിറകിൽ നിന്ന ആളായിരിക്കും. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? അവരെല്ലാം വിചാരിക്കുക എന്താണ്, അതിനുശേഷം ഇയാൾ എന്തോ ഭഗീരഥ പ്രയത്നം നടത്തി എന്നുള്ള. അതല്ല സംഭവം. അയാൾക്ക് ആ ടെൻഷൻ അതിജീവിക്കാനും ആ ഒരു പരീക്ഷാ ഹാളിലെ ആ സമ്മർദ്ദത്തെ അതിജീവിക്കാനുള്ള കഴിവുണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുള്ളവരാണ് വിജയിക്കുന്നത്. വിജയികളുടെ ഒരു ഏറ്റവും പ്രധാന ഘടകമായിട്ട് നമുക്ക് എന്നും കാണാവുന്നത് അവരുടെ കോൺഫിഡൻസ് ആണ്. അവർക്ക് സ്വന്തം കഴിവിൽ വിശ്വാസം ഉണ്ടായിരിക്കും. അതെത്രത്തോളം ഉണ്ടെന്നും അതെത്രത്തോളം ഇല്ല എന്നും അതെത്രത്തോളം നന്നായിട്ട് വിനിയോഗിക്കണമെന്നുമുള്ള കൃത്യമായ ബോധ്യം അവർക്കുണ്ടാവും. ഇന്ന് ഈ ഒരു ഇന്റർവ്യൂ കണ്ടിട്ട് എനിക്കും ഒരു ഗവൺമെന്റ് ജോലി വാങ്ങണം, LDC ക്ലിയർ ചെയ്യണം എന്ന് തീരുമാനിക്കുന്ന ഒരാളോട് അവർ ഇന്ന് തന്നെ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം എന്താണെന്നാണ് സാറിന് പറയാനുള്ളത്? ഇന്ന് തന്നെ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. പലരും അത് മെനക്കെടില്ല. ഇതിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നതിൽ ഇറങ്ങിത്തിരിക്കണം എന്ന് വിചാരിക്കുന്നവരാണെങ്കിലും 90% പേരും എന്ത് ചെയ്യും, ഇന്നത്തെ ദിവസം ഇന്നിപ്പോൾ വ്യാഴാഴ്ച, എന്നാൽ ഞാൻ തിങ്കളാഴ്ച തുടങ്ങാം എന്ന് വിചാരിച്ച് മാറ്റി വെക്കും വലിയൊരു ശതമാനം. ചില ആളുകൾ അതിനെ കുറിച്ചുള്ള ബാക്കി ശതമാനം ആളുകൾ എന്താ ചെയ്യുക, ഇന്നേതായാലും ഇപ്പോൾ ഇന്ന ടൈമല്ലേ ഞാൻ കാണുന്നത്, ഉച്ചയായി അല്ലെങ്കിൽ വൈകുന്നേരമായി, നാളെ തുടങ്ങാമെന്ന് പറഞ്ഞു വെക്കും. ഇതിൽ കേൾക്കുന്ന സമയത്ത് ഇനി ഇപ്പം ഞാൻ ഇറങ്ങിത്തിരിക്കുകയാണ് എന്ന് ചിന്തിക്കുന്ന സമയത്ത് അതിനുള്ള സമയം ഇന്ന് തന്നെയാണെന്ന് തീർച്ചപ്പെടുത്തുന്നവരാണ് എന്നും എവിടെയും ഏത് കാര്യങ്ങളിലും വിജയം നേടിയിട്ടുള്ളത്. ആ ഒരു തീരുമാനമാണ് നമ്മൾ എടുക്കേണ്ടത്. നമ്മൾ ഈ നീട്ടിവെക്കലുകൾ, മാറ്റിവെക്കലുകളാണ് എന്നും നമ്മളെ പിറകോട്ടടുപ്പിച്ചിട്ടുള്ളത്. ജീവിതത്തിലെ എന്ത് കാര്യത്തിലായാലും മാറ്റിവെക്കലുകളാണ്. ഈ മാറ്റിവെക്കലുകളില്ലായിരുന്നെങ്കിൽ നിങ്ങളൊന്നും ഇപ്പോൾ ഈ വീഡിയോ കണ്ട് യൂട്യൂബിൽ എൻ്റെ മുന്നിൽ വീഡിയോ കണ്ടിരിക്കേണ്ട ആളുകളായിരിക്കില്ല. നിങ്ങൾ ചിലപ്പോൾ ഏതെങ്കിലും സർക്കാർ ഓഫീസുകളിലോ വേറെ എന്തെങ്കിലും ജോലികളിലോ വ്യാപൃതരായിരിക്കും. അപ്പോൾ അതാണ് ആ മാറ്റിവെക്കലുകളില്ലാതെ ഇപ്പോൾ തുടങ്ങുക എന്നുള്ളതാണ്. ഇന്ന് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ തുടങ്ങുക, ഇന്ന് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ചെയ്യാൻ എനിക്കുള്ളത് ഇന്ന് തന്നെ നിങ്ങൾക്കൊരു പഠനമുറി സെറ്റ് ചെയ്യുക. സ്വന്തമായിട്ടൊരു സ്റ്റഡി റൂം ഉണ്ടെങ്കിൽ അത് സെറ്റ് ചെയ്യുക. ഇല്ലെങ്കിൽ ഒരു ഏരിയ നിങ്ങളുടെ പഠന ഭാഗമാക്കിയിട്ട് പഠന ഏരിയയാക്കി മാറ്റുക. അവിടെ നിങ്ങളുടെ സിലബസ് ഒന്ന് ക്ലിപ്പ് ചെയ്ത് വെക്കുകയോ ഒട്ടിച്ച് വെക്കുകയോ ചെയ്യുക. എന്നിട്ട് ഞാൻ ഈ പറഞ്ഞ പ്രകാരം ഹോട്ട് ടോപ്പിക്സിൽ ഏതെങ്കിലും ഒന്ന് എടുത്ത് പഠിക്കാൻ തുടങ്ങുക. ആ പഠിച്ച് തീർക്കുക, അവിടെ ടിക്ക് ചെയ്യുക. അതാണ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്. ഒരു പഠനമുറി സെറ്റ് ചെയ്തിട്ട് അവിടെ നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് മാറ്റണം. അവിടെ ഇരുന്ന് പഠിക്കണം. അല്ലാതെ നമുക്ക് കിട്ടുന്ന സമയത്ത് അവിടെ ഇവിടെയൊക്കെ പോയിരുന്ന് പഠിക്കരുത്. അത് അഡീഷണൽ പഠന സമയം മാത്രമേ അങ്ങനെ ചെയ്യാവുള്ളൂ. യഥാർത്ഥ പഠന സമയം കിട്ടുന്നത് 5 മണിക്കൂറാണെങ്കിൽ ആ 5 മണിക്കൂറും നിങ്ങൾ എവിടെയാണോ പഠിക്കാൻ സജ്ജമാക്കിയിട്ടുള്ളത് അവിടെ ഇരുന്ന് പഠിക്കണം. അതാണ് നമുക്ക് ഏറ്റവും ഗുണകരമായിട്ട് മാറുക. കാരണം നിങ്ങൾ അങ്ങനെ ഒരു 2-3 ആഴ്ച ചെയ്യുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ അതുമായിട്ട് പൊരുത്തപ്പെടും. നമ്മൾ കണ്ടീഷൻ ചെയ്യപ്പെടും. ഇവിടെ വന്നിരുന്നാൽ ഞാൻ ചെയ്യേണ്ടത് പഠനമാണെന്ന് ബ്രെയിൻ അറിയാതെ മനസ്സിലാക്കി വെക്കും. സ്വാഭാവികമായിട്ട് നല്ല രീതിയിൽ പഠിക്കാൻ പറ്റും. ഈ ബോധ്യമാണ് നിങ്ങൾക്ക് ബെഡ്റൂമിൽ കിടന്നൊന്ന് പുസ്തകം വായിച്ച ഉറക്കം വരാനുള്ള കാരണം. ബെഡ്റൂമിന് എന്താ വ്യത്യാസം? നിങ്ങൾ കാലങ്ങളായിട്ട് അവിടെ ഉറക്കത്തിന് വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ കിടന്ന് നിങ്ങൾ വായിക്കാൻ തുടങ്ങിയാൽ വേറെ എവിടെ കിടന്ന് വായിക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ നിങ്ങൾ ഉറങ്ങിപ്പോവും. ഇതാണ് സംഭവം. നമ്മുടെ കണ്ടീഷൻ ചെയ്യപ്പെടുന്നതാണ്. അപ്പോൾ അത് മനസ്സിലാക്കുക. അപ്പോൾ ആ രീതിയിലായിരിക്കണം നമ്മൾ ആരംഭിക്കേണ്ടത്.